From a solid sphere of radius 10 cm, a cone of height 10 cm is curved out. What fraction of the volume of the sphere is the volume of cone? 10 cm ആരമുള്ള കട്ടിയായ ഒരു ഗോളത്തിൽ നിന്ന് 16 cm ഉയരവും പരമാവധി വലുപ്പവുമുള്ള ഒരു സ്തൂപിക വെട്ടിയെടുത്തു. സ്തൂപികയുടെ വ്യാപ്തം ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ എത്ര മടങ്ങാണ്? ഞാൻ ജസ്റ്റ് ഒരു റഫ് ഫിഗർ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഗോളം നമുക്ക് ഇങ്ങനെ 2D ഫിഗറിൽ വരയ്ക്കാൻ പോസിബിൾ അല്ല. എന്തായാലും ഒരു സർക്കിൾ ഉണ്ടാവും, സർക്കിൾ രൂപത്തിലാണല്ലോ ഗോളം വരിക. അപ്പൊ അതില് മാക്സിമം ഹൈറ്റ് 16 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഗോളത്തിന്റെ സെന്റർ എങ്കിൽ അവിടുന്ന് മുകളിലോട്ടുള്ള ഹൈറ്റ് നമ്മൾ 10 റേഡിയസ് എടുത്തു. റേഡിയസ് 10 ആണല്ലോ. അപ്പൊ അവിടുന്ന് താഴത്തേക്ക് 6 ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് സെന്ററിൽ നിന്ന് ഇതാ ഈ ഗോളത്തിന്റെ ഈ അറ്റത്തേക്ക് വരുന്നത് നമ്മളുടെ റേഡിയസ് ആയിരുന്നു. അപ്പൊ അതും 10 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണല്ലോ നമ്മുടെ കോണിന്റെ ആരം വരിക. ഇത് നമുക്ക് ഈ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിച്ചൂടെ? മനസ്സിലായോ? ഗോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററിൽ നിന്ന് ഒരേ അകലത്തിലാണ് എല്ലാ ഇതും പോവുക. എല്ലാ കർവ്ഡ് സർഫസ് ആയിട്ടാണല്ലോ ഉരുണ്ടിട്ടാണല്ലോ കിടക്കുന്നത്. നമ്മളെ പന്തിന്റെ സെന്ററിൽ നിന്നും എല്ലാ ഭാഗത്തേക്കുള്ള ദൂരം സെയിം അല്ലേ? അപ്പൊ ഈ സെന്ററിൽ നിന്നും ഈ ഗോളത്തിന്റെ ഈ കോൺ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭാഗത്തേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ നീളം എന്ന് പറയുന്നത് 10 ആണ്. കാരണം കോണിന്റെ റേഡിയസ് 10 ആണല്ലോ. പിന്നെ ഇവിടുന്ന് മുകളിലേക്കുള്ള ദൂരം 10 ആണ്. അപ്പൊ താഴത്തേക്ക് 6 വരും, കാരണം ഹൈറ്റ് 16 ആണ്. ഇനി ഇവിടെ പൈതഗോറസ് വെച്ചാണ് നമുക്ക് ഈ കോണിന്റെ റേഡിയസ് കാണാം. r² = 10² - 6² എന്ന് വരും. അഥവാ ഹൈപ്പോട്ടനസിന്റെ സ്ക്വയറിൽ നിന്നും ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് ചെയ്യാം. 10ന്റെ സ്ക്വയർ നിന്ന് 6ന്റെ സ്ക്വയർ മൈനസ് ചെയ്യാം. 10ന്റെ സ്ക്വയർ എത്രയാ? 100 ആണ്. 100 നിന്ന് 36 പോയാൽ 64 കിട്ടും. ഇനി r² ആണ് 64. അപ്പൊ r = √64 8 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ = പാദം സ്ക്വയർ. ഓക്കെ, നമുക്ക് ഹൈപ്പോട്ടനസ് കാണാനാണ് ഈ രണ്ട് വശങ്ങളുടെ ലംബങ്ങൾ തമ്മിൽ കൂട്ടുക. മറ്റേതെങ്കിലും കാണാനാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടനസ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടി 8 ആണ്. ഇനി കോണിന്റെ വോളിയം കാണാലോ. എന്താ കോണിന്റെ വോളിയം? 1/3 πr² ആണ്. അപ്പൊ 1/3 πr എന്ന് പറയുന്നത് 8 ആണ്. h എന്ന് പറയുന്നതോ 16 ആണ്. അപ്പൊ 1/3 × π × 8² × 16 എന്ന് വരും. ഇത് കോണിന്റെ വോളിയം. ഇനി സ്ഫിയറിന്റെ വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ഓക്കെ, r എന്ന് പറയുന്നത് സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 4/3 π × 10³ എന്ന് വരും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോണിന്റെ വോളിയം എന്ന് പറയുന്നത് ഗോളത്തിന്റെ വോളിയത്തിന്റെ എത്ര മടങ്ങാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര ടൈംസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വോളിയം ഓഫ് കോണ് ബൈ വോളിയം ഓഫ് സ്ഫിയർ, സ്തൂപികയുടെ വ്യാപ്തം ബൈ ഗോളത്തിന്റെ വ്യാപ്തം ചെയ്യാം. ഓക്കെ, വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് വോളിയം ഓഫ് സ്ഫിയറിന്റെ എത്ര ടൈംസ് ആണെന്നാണ് ചോദ്യം അല്ലെ? സ്തൂപികയുടെ വ്യാപ്തം ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്. അപ്പൊ സ്തൂപികയുടെ വ്യാപ്തം ബൈ ഗോളത്തിന്റെ വ്യാപ്തം. ഇനി ആ വാല്യൂസ് അവിടെ കൊടുക്കുക. 1/3 π 8² എന്ന് പറഞ്ഞാൽ 8 × 8 ആണ്. × 16 ബൈ 4/3 π × 10 × 10 × 10 എന്ന് വരും. ഇനി കോമൺ ആയിട്ടുള്ളൊക്കെ വെട്ടിക്കളയാം. കോമൺ ആയിട്ടുള്ള ഏതൊക്കെയാ? ഈ /3 വെട്ടിപ്പോവും, പൈയും പൈയും വെട്ടിപ്പോവും. ഓക്കെ, ദെൻ ബാക്കിയുള്ളത് 8 × 8 × 16. ഇവിടെ 4 × 10 × 10 × 10. 8ഉം 4ഉം വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 2 കിട്ടും. പിന്നെ ഈ 2നെ 10 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 കിട്ടും. പിന്നെ 8നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4, 10നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5, 16നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 8, 10നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5. അപ്പൊ ഇനി ബാക്കിയുള്ള എന്തൊക്കെയാ? 4 × 2 ഇതൊക്കെ ക്യാൻസൽ ആയി പോയതാണ്. ഈ 2നെ നമ്മൾ ഈ 10 വെച്ച് കട്ട് ചെയ്തല്ലോ. ബാക്കിയുള്ളത് 4 × 8ഉം 5 × 5 × 5 ആണ്. 4 × 8 32, 5 × 5 × 5 പറയുമ്പോൾ 125. അപ്പൊ 32/125 ടൈംസ് ആണ്, അല്ലെങ്കിൽ അത്രയും ഭാഗമാണ്. ഓക്കെ, എങ്ങനെ പറയാം? സ്തൂപികയുടെ വ്യാപ്തം ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ 32/125 ഭാഗമാണെന്ന് പറയാം. ഓക്കെ.